ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഖാവിയമാസ് കേരളത്തിലെ ജനങ്ങൾക്ക് സാരിയല്ല കൊടുത്തത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂമിയാണ് കൊടുത്തത്. നാട് മുന്നേറാൻ സാരിയല്ല കൊടുക്കേണ്ടത്, ഭൂമിയാണ് കൊടുക്കേണ്ടതെന്ന് EMSന് അറിയാമായിരുന്നു. ഭൂമി കൊടുക്കാൻ, പട്ടയം കൊടുക്കാൻ തമിഴ്നാട്ടിലെ സർക്കാരും തയ്യാറാവുക എന്നുള്ളത് ഈ നാട്ടിലെ കർഷകരുടെ, തൊഴിലാളികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഭൂമി കൊടുക്കുമ്പോഴാണ് നാട് മാറുക, പട്ടയം കൊടുക്കുമ്പോഴാണ് നാട് മാറുക, നാടിന് പുരോഗതി ഉണ്ടാവുക. ആ പുരോഗതി നീലഗിരിയിലെ കർഷകർ ആഗ്രഹിക്കുന്നു, നീലഗിരിയിലെ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നു. തോഴറുകളെ വണക്കം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ ഈ പൊതുയോഗത്തിൽ നീലഗിരി സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഭാഗവാക്കായിട്ടുള്ള പ്രിയപ്പെട്ടവരെയെല്ലാം ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ CPIMന്റെ ജില്ലാ സമ്മേളനം 2 ദിവസമായി നടന്നു. CPIMന്റെ ജില്ലാ സമ്മേളനം അത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത സവിശേഷതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സമ്മേളനമാണ്. എന്താ സമ്മേളനത്തിന്റെ പ്രത്യേകത? ആ സമ്മേളനത്തിൽ CPIMന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളനത്തിൽ ഒത്തുചേർന്ന് അവർ തങ്ങളുടെ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരായ്മകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയിട്ടുള്ള നേട്ടങ്ങൾ, തങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ എല്ലാം തുറന്ന് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയുടെ തുടർച്ചയിൽ അവർ പുതിയൊരു നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നു. വരുന്ന 3 വർഷകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീലഗിരി ജില്ലയിലെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു. കേവലം കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് മാത്രമല്ല ഈ ഒത്തുകൂടൽ, മറിച്ച് നടന്ന പ്രവർത്തനങ്ങളെ നിശിതമായി പരിശോധിക്കുന്ന ഒരു സമ്മേളനം. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് അവകാശപ്പെടാൻ പറ്റുമോ? അങ്ങ് ആകാശത്തുനിന്ന് സോണിയാഗാന്ധി അല്ലെങ്കിൽ മറ്റേതോ നേതാവട്ടെ, അവരുടെ പാർട്ടികളുടെ ആളുകൾ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറക്കുന്നതാണ് ആ പാർട്ടികളുടെ കമ്മിറ്റികൾ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ പാർട്ടിയുടെ അംഗങ്ങൾ പ്രവർത്തനങ്ങളെ വിലയിരുത്തി തങ്ങളുടെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നു. ജനാധിപത്യ സംഘടനാ ക്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം സംശീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നാഡീ ഞരമ്പുകളിലേക്കും അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പാർട്ടി തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ്. ഈ പാർട്ടി ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഓരോ പ്രദേശങ്ങളിലും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്? നീലഗിരിയിലെ ഈ പൊതുയോഗത്തിന്, ഈ ജില്ലയിലെ പൊതുയോഗത്തിന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള സഖാക്കളുടെ കണ്ണുകളിൽ ഒരു തിളക്കുണ്ട്. ആ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു പൊതു ചിത്രമുണ്ട്. അതെങ്ങനെയാണ് അവർ തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയാണ്, ഭൂതകാലത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ നിരവധി മനുഷ്യർ ത്യാഗപൂർണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ കണ്ണിലെ പ്രതീക്ഷയും നമ്മുടെ മുഖത്ത് ചുണ്ടുകളിൽ എല്ലാം വിരിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു പ്രതികരണങ്ങളും. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ചെങ്കൊടി ഉയർത്തിയിട്ടുള്ള ഓരോ ഭൂമിയുടെയും ഓരോ പ്രദേശത്തിന്റെയും ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവിടങ്ങളിലെല്ലാം രക്തസാക്ഷിത്വത്തിന്റെ സമരേതിഹാസങ്ങളുടെ കഥകൾ നമുക്ക് കാണാൻ കഴിയും. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നോക്കൂ. ഓരോ പ്രദേശത്തും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് വന്നിട്ടുള്ളത്? കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. അവിടെ കാശ്മീരിൽ CPIMന് ഒരു MLA ഉണ്ട്. ആ MLAയുടെ പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നാണ്. മുഹമ്മദ് യൂസഫ് തരിഗാമി ജയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ഗൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? നീണ്ട പോരാട്ടങ്ങൾ, രക്തസാക്ഷികൾ, വിഘടനവാദത്തിനെതിരായി തങ്ങളെ തന്നെ സമർപ്പിച്ചവർ, നിരവധി ആളുകളുടെ ചോരയിലാണ് കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി അവിടെ ഉയർന്നു പൊങ്ങിയത്. കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് ഹിമാചലിലേക്ക് കയറിയാൽ അവിടെ രാകേഷ് സിംഗ് എന്ന മനുഷ്യൻ നേരത്തെ ഹിമാചലിന്റെ നിയമസഭാ മന്ദിരത്തിലേക്ക് നടന്നുപോയിരുന്നു. എങ്ങനെയാണ് രാകേഷ് സിംഗ് CPIMന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് കടന്നുപോയത്? ആ നടന്നുപോയ പോക്കിന് പിന്നിൽ
ജയിലറകളുടെ കാരിരുമ്പുകളെ ഭേദിച്ച കരുത്തുണ്ടായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഞാൻ എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഹുണ്ടിക കലക്ഷൻ നടത്തിയിരുന്നു. ആ ഹുണ്ടിക കലക്ഷൻ ബക്കറ്റ് പിടിച്ചിട്ടുള്ള പിരിവ് നടത്തിയത് എന്റെ മനസ്സിൽ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. അത് രാകേഷ് സിംഗ് എന്ന എസ് എഫ് ഐയുടെ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് കേസ് നടത്താനുള്ള ഫണ്ട് പിരിവായിരുന്നു. നോക്കൂ, രാകേഷ് സിംഗിനെ ഞാൻ SFI നേതാവായി കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഞാൻ അങ്ങയുടെ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവിൽ എന്റെ പ്രദേശത്ത് ഭാഗവാക്കായിരുന്നു. നോക്കൂ, കാരിരുമ്പിന്റെ കരുത്തുമായിട്ടാണ് രാകേഷ് സിംഗ് എന്ന മനുഷ്യൻ ഹിമാചൽ പ്രദേശിന്റെ നിയമസഭയിലേക്ക് നടന്നു പോയിട്ടുള്ളത്. അവിടുന്ന് പഞ്ചാബിലേക്ക് ഇറങ്ങിയാൽ പതിറ്റാണ്ടുകാലം ജയിലിൽ കിടന്നിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പാർട്ടിയാണ് പഞ്ചാബിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഞ്ചാബിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികളുടെ പാർട്ടിയാണ്. അങ്ങ് ബീഹാറിലേക്ക് കടന്നു ചെന്നാൽ ബീഹാർ എങ്ങനെയാണ്? ബീഹാറിൽ CPIM-ന് MLA-മാരെ തെരഞ്ഞെടുത്തിട്ടുള്ള ഓരോ പ്രദേശങ്ങളുടെ ചരിത്രം നോക്കിയാലും കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? സമസ്തിപൂർ, രക്തസാക്ഷികളായ സഖാക്കളുടെ ഓർമ്മകൾ പൂത്തലിഞ്ഞു നിൽക്കുന്ന മണ്ണ്. അവിടെയാണ് CPIM-ന്റെ MLA. മധുബനിയിൽ CPIM-ന് സ്വാധീനമുണ്ട്. ആ സ്വാധീനം വന്നത് എങ്ങനെയാണ്? കർഷക തൊഴിലാളികളുടെ സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും മധുബനിയെ ചുവപ്പടിയിച്ചു. ഓരോ പ്രദേശത്തും നമുക്ക് ബീഹാറിൽ ഇങ്ങനെയുള്ള ചിത്രം കാണാം. ബീഹാറിൽ നിന്ന് UP-യിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ UP-യിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന 7 സഹോദരിമാർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ത്രിപുര ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടത്? ത്രിപുരയിൽ ഇന്ന് ചിലർ പറയുന്നുണ്ടോ, പോയില്ലേ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അവിടെ, ഗവൺമെന്റ് പോയില്ലേ എന്ന് നമ്മളോട് ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ CPIM-ന്റെ ഭാഗത്തവർ പറയാണ്, പോയിട്ടുണ്ട്, അത് വരാനുള്ള പോക്കാണ്. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലകളിൽ അധികാരത്തിൽ ജനിച്ചു വീണ പാർട്ടിയല്ല. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ള ചരിത്രം അറിയുന്നവരാണ് ചുവന്ന കൊടി പിടിക്കുന്ന സകല മനുഷ്യരും. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ, ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഓരോ പ്രദേശത്തു കൂടി നിങ്ങൾ യാത്ര ചെയ്താൽ അവിടവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചിത്രം രക്തസാക്ഷി സ്തൂപങ്ങളാണ്. അവിടവിടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പേരുകൾ, എഴുതി വെക്കപ്പെട്ട പേരുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരാങ്കണത്തിൽ പൊലിഞ്ഞുപോയ സഖാക്കളുടെ പേരാണ്. പ്രിയപ്പെട്ടവരെ, പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറിച്ച് ഞങ്ങളുടെ സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ത്രിപുര. അവിടെ നിർഭൻ ചക്രവർത്തി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയായി. പിന്നീട് അവിടെ ദശരഥ് ദേവിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള മന്ത്രിസഭ വന്നു. പിന്നീട് നിർഭൻ ചക്രവർത്തി, അവിടെ മണിക് സർക്കാർ അവിടെ മുഖ്യമന്ത്രിയായി വന്നു. ഇതൊന്നും വെറുതെ വന്നതല്ല, സമരങ്ങളിലൂടെയാണ്. ആ ത്രിപുരയിൽ നിന്ന് ആസാമിലേക്ക് പോയാൽ, ആസാമിലാണ് സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ശരീരത്തെ വെട്ടിമുറിക്കാം, പക്ഷേ ഈ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് വിഘടനവാദികളോട് വിളിച്ചു പറഞ്ഞ ആസാമിലെ സഖാക്കൾ. അവിടുന്ന് നാം തെലുങ്കാനയിലേക്ക്, അല്ലെ ആന്ധ്രയിലേക്ക് കടന്നു വന്നാലോ, ആന്ധ്രയിൽ അവിഭക്ത ആന്ധ്ര, തെലുങ്കാന ഉൾപ്പെടുന്ന പ്രദേശം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എന്നുള്ളത്. തെലുങ്കാന സമരം, നൈസാമിന്റെ ഭീകരവാഴ്ചയെ ചെറുത്തവർ ആന്ധ്രയിലെ സഖാക്കൾ. സുന്ദരയെയും ബസവപ്പനെയും നമ്മളോട് പറഞ്ഞ കഥയിലെ ആ ധീരന്മാരായ പോരാളികളുടെ ജീവത്യാഗമാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും എവിടെവിടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അവിടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടാക്കിയത്. ബംഗാളിലേക്ക് പോയാൽ, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന കഥ എന്താണ്? ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദാരിദ്ര്യത്തെ, പട്ടിണിയെ നേരിട്ട ഒരു ജനത. ആ ജനതയുടെ നേതൃത്വത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കടന്നു വന്നത്? തേഭാഗ സമരം, 3-1 എന്ന മുദ്രാവാക്യവുമായിട്ട് കർഷകരും തൊഴിലാളികളും നടത്തിയിട്ടുള്ള സമരം. ആ സമരത്തിന്റെ തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, ആ സ്വാധീനത്തിന്റെ തുടർച്ചയിൽ പിന്നെ നാം കണ്ട എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അധികാരികൾ നടത്തിയ ശ്രമം. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയെ കമ്മ്യൂണിസ്റ്റുകാർ ചെറുത്തു. ഓർമ്മിക്കുന്നുണ്ടാവും, ആയിരക്കണക്കിന് സഖാക്കൾ കൂട്ടക്കൊരുതി നടത്തപ്പെട്ട പശ്ചിമ ബംഗാൾ. ജ്യോതി ബസു എന്ന മഹാനായ നേതാവിന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പോകാൻ കഴിയാത്ത അവസരമുണ്ടാക്കിയിട്ടുള്ള ബംഗാൾ. എന്താണെന്ന് നമ്മളോട് പറയുന്നത്? പോയില്ലേ ബംഗാൾ പോയില്ലേ?
നിങ്ങൾക്ക് ബംഗാളിൽ ചുവന്ന കൊടി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ വന്നിട്ടുള്ള കഥ. ആ കഥ എന്താണ്? 1970-കളിൽ ഞങ്ങളെ കുരുതി നടത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ നോക്കി. ഞങ്ങളുടെ നേതാവ് ജ്യോതി ബസുവിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി നിങ്ങൾ. പക്ഷേ പിന്നീട് ബംഗാൾ കണ്ടത് 35 വർഷകാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. പിന്നീട് ബംഗാൾ കണ്ടത് 35 വർഷകാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബംഗാളിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചുവട് പിറകോട്ട് എന്നുള്ളത് 2 ചുവടല്ല, 3 ചുവട് മുന്നേറ്റം നടത്താനുള്ള കരുത്താർജിക്കാൻ ബംഗാളിലെ പാർട്ടിക്ക് കഴിയും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ ബംഗാളിലെ പാർട്ടിയുടെ ചരിത്രം, ബംഗാളിൽ ഉയർന്നു വന്ന ചുവന്ന കൊടിയുടെ ചരിത്രം, സമരങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും. ഇപ്പോ ആ ബംഗാളിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, തെരഞ്ഞെടുപ്പിന്റെ മഹാരാഷ്ട്രയിലെ റിസൾട്ട് എന്തായിരിക്കുമെന്നെല്ലാം കാതോർത്ത് നിൽക്കുന്ന ആളുകളാണ് നാം. ആ മഹാരാഷ്ട്രയിൽ CPIM-ന് ഒരു MLA ഉണ്ട്. ആ MLA വിനോദ് എന്ന ആ MLA ജയിച്ച് വന്നിട്ടുള്ള മണ്ഡലത്തിന്റെ രാക്ഷി എന്താണ്? അത് PT രണദേവി ഉൾപ്പെടെയുള്ള, അഹല്യ രംഗനേക്കർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ആദിവാസികളെയും ദളിത് ജനവിഭാഗങ്ങളെയും കോർത്തിണക്കിയ സമരങ്ങളുടെ ചരിത്രമാണ്. അതാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ നിന്ന് നാം കർണാടകയിലേക്ക് വന്നാൽ, കർണാടകയിലെ സ്വർണ്ണ ഖനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കോലാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങൾ ഉൾപ്പെടെയാണ് കർണാടകയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിവിധ ഇടങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ, തമിഴ്നാട്ടിൽ നമ്മുടെ വീർവൺമണിയിലെ സഖാക്കൾ, കൂട്ടക്കുരുതിക്ക് വിധേയമായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള സഖാക്കൾ, ആ സഖാക്കളുടെ ചോരയുള്ള സ്ഥലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി ഉയർന്നു നിൽക്കുന്നത്. മധുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമാണ്. 2 MP-മാർ തമിഴ്നാട്ടിൽ നിന്നുണ്ടെന്ന് പറയുമ്പോഴും ആ MP-മാർ ജയിച്ചു വന്നിട്ടുള്ള പ്രദേശങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ അവിടങ്ങളിൽ നമുക്ക് സമരങ്ങളുടെ ഭൂതകാലം കാണാം. കോയമ്പത്തൂരിലെടുത്താൽ കോയമ്പത്തൂരിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ സമരത്തിന്റെ ചരിത്രം കാണാം. ഓരോ ഇടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതും പന്തലിച്ചതും സമരങ്ങളിലൂടെയാണ്. ഈ പ്രദേശം നീലഗിരിയിലെ ജില്ല കർഷകരുടെ, തൊഴിലാളികളുടെ സമരങ്ങളുടെ കേന്ദ്രമായി. പട്ടയ പ്രശ്നമുയർത്തി നിങ്ങൾ നടത്തിയ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്? കൂടല്ലൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരുടെ അവകാശത്തിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങൾക്ക് പട്ടയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ മുന്നിൽ നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആനക്ക് വഴിയൊഴുക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ മനുഷ്യന് വഴിയൊഴുക്കാതിരുന്നപ്പോ മനുഷ്യർക്ക് നടക്കാൻ ഇവിടെ വഴി വേണമെന്ന് പറഞ്ഞിട്ടുള്ള കർഷക പ്രസ്ഥാനത്തിന്റെ സമരമാണ് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ സമരം നടത്തിയത്? ആനക്ക് നടക്കാൻ വേണ്ടി ആനത്താരി ഉണ്ടാക്കുന്നു. ആനക്ക് നടക്കാൻ വേണ്ടി നിങ്ങൾ ആയിരക്കണക്കിന് കോടി നിങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷെ മനുഷ്യരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ വഴിയില്ല. മനുഷ്യരുടെ മക്കൾക്ക് ആശുപത്രി പോകാൻ വഴിയില്ല. 100-ലധികം മനുഷ്യർ ഇവിടെ ഈ ജില്ലയിൽ മാത്രം ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ടുള്ള ഒരു ജില്ലയുടെ പേരാണ് നിങ്ങൾ ഇവിടെ സമ്മേളനം നടത്തിയിട്ടുള്ള ജില്ലയുടെ പേര്. നോക്കൂ, മനുഷ്യരെ രക്ഷിക്കണം എന്നുള്ള മുദ്രാവാക്യത്തിന്റെയും സമരത്തിന്റെയും പേരാണ് നീലഗിരി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പര്യായ പദമാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ജനങ്ങളുടെ, തൊഴിലാളിയുടെ, കർഷകന്റെ, ഈ നാട്ടിലെ ഏറ്റവും മതസ്ഥിതനായ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ മറുപേരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കണമെന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് ഞാൻ നിങ്ങളും പറയും. പക്ഷെ നരേന്ദ്രമോദി എന്നുള്ളത് ഒരു റബ്ബർ സ്റ്റാമ്പാണ്. നരേന്ദ്രമോദി എന്നുള്ളത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ റബ്ബർ സ്റ്റാമ്പാണ്. 8 ഇഞ്ചിന്റെ നെഞ്ചുണ്ട്, 86 ഇഞ്ച് നെഞ്ചിന്റെ വീതിയുണ്ട്, വള്ളി ടൗസർ ഇട്ട് കാവാത്ത് നടത്തിയിട്ടുള്ള പരിചയമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ വള്ളി ടൗസർ ഇട്ട് കാവാത്ത് നടത്തിയിട്ടുള്ള 86 ഇഞ്ച് വീതിയുണ്ട് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ. എന്താണ് മോദിയുടെ ഈ കഴിഞ്ഞിട്ടുള്ള പിൽക്കാലത്തെ ഭരണ നേട്ടങ്ങൾ? മോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടായ നേട്ടം എന്താണ്? മോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാർക്കുണ്ടായിട്ടുള്ള നേട്ടം എന്താണ്? മോദിയുടെ ബജറ്റ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മോദിയുടെ ബജറ്റിലെ ഓരോ ഘട്ടത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരോട് എടുത്തിട്ടുള്ള സമീപനം
ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ ഉണ്ടാവും. സ്കൂളുകളിൽ മക്കൾക്ക് ഉച്ചഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നോ ഞാൻ കരുതുകയാണ്. നരേന്ദ്രമോദിയുടെ ബജറ്റിൽ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള ശമ്പളം എത്രയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക്? ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്കുള്ള മോദിയുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് മോദി നിശ്ചയിച്ചിരിക്കുന്നു. അവർക്ക് 1200 രൂപ. കേട്ടാൽ വലിയ തുകയാണ്. കേൾക്കുന്നവർ കരുതും ഇത് ഒരു ദിവസത്തേക്കുള്ള വേതനമാണെന്ന്. പക്ഷെ മോദി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാസത്തേക്കാണ്. ഉച്ചഭക്ഷണ പാചക തൊഴിലാളിക്ക് 1200 രൂപ ഒരു മാസത്തേക്ക് വേതനം നിശ്ചയിച്ചിട്ടുള്ള ഒരു സർക്കാരിന്റെ പേരാണ് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളത്. എന്നിട്ടോ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പേര് മാറ്റി. നേരത്തെ മിഡ് ഡേ മീൽ സിസ്റ്റം എന്നായിരുന്നു. ഇപ്പോഴതിന്റെ പേര് PM പോഷൻ എന്നാണ്. ആരെ പോഷിപ്പിക്കാനാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പോഴതിന്റെ പേര് PM പോഷൻ. ആ PM പോഷന് നീക്കിവച്ചിട്ടുള്ള തുക വെട്ടിക്കുറച്ചു. ആ PM പോഷൻ പദ്ധതിയിൽ നീക്കിവെച്ച തുക വെട്ടിക്കുറച്ചു. വെട്ടിക്കുറക്കാന്ന് പറഞ്ഞാൽ ആരെയാണത് ബാധിക്കുക? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മക്കളെയാണ് അത് ബാധിക്കുക. എന്താ സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുക? ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ അംഗൻവാടി ജീവനക്കാരുണ്ടാവും എന്ന്. ഒരു പക്ഷേ യൂണിഫോം അണിഞ്ഞ് മാർച്ച് ചെയ്തവരുടെ കൂട്ടത്തിലാവാം, അങ്ങനെ അല്ലാതെ ആവാം. അംഗനവാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ യോഗത്തിൽ ഉണ്ടാവുമെന്നോ ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര രൂപയാണ് അംഗനവാടിയിലെ ജീവനക്കാർക്ക് വേണ്ടി ഈ മോദി സർക്കാർ ശമ്പളമായി നൽകാൻ തീരുമാനിച്ചത്? അംഗനവാടി ജീവനക്കാർ പറയുകയാണ്, ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മിനിമം വേതനം തരണം. എന്തേ അവർക്ക് മിനിമം വേതനം നൽകാത്തത്? എത്രയാണ് മോദി നൽകുന്നത്? ഒരു 4000 രൂപയെങ്കിലും നൽകിക്കൂടി അവർക്ക്? ഒരു മാസത്തേക്ക് ഒരു 4000 രൂപയെങ്കിലും മോദിക്ക് നീക്കി വെച്ചുകൂടെ എന്ന ചോദ്യം കത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മോദി സർക്കാർ അത് നൽകാത്തത്? അംഗൻവാടിയുടെ ICDS പ്രൊജക്ടിന് നീക്കിവച്ചിട്ടുള്ള തുക വെട്ടിക്കുറച്ചിരിക്കുന്നു. ICDS പ്രൊജക്ടിന്റെ തുക 500 കോടിയിലധികമാണ് കുറച്ചത്. അവിടെ നിൽക്കുന്നില്ല. ഈ മോദി അധികാരത്തിൽ വന്നത്, RSS BJP ശക്തികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് അവർ ഭഗവാന്റെ പേര് പറഞ്ഞിട്ടാണ്, ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യക്കാർ പൊതുവിൽ ദക്ഷിണേന്ത്യക്കാരാകെ പിഞ്ചുകുട്ടികളെ ദൈവങ്ങളായി കാണുന്നവരാണ്. മലയാളത്തിൽ ഒരു പ്രശസ്തനായ കവി മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം പാടുകയുണ്ടായി, ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. ഒരു ശിശുവിന്റെ കുട്ടിയുടെ കരച്ചിലില് ഞാൻ 1000 ദൈവങ്ങളുടെ ഈശ്വരന്റെ കരച്ചിൽ കേൾക്കുകയാണെന്നാണ് കവിതയിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ മോദിയുടെ സർക്കാർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് വെട്ടിക്കുറച്ചു. പിഞ്ചുകുട്ടികളുടെ സുരക്ഷയ്ക്കും പിഞ്ചുകുട്ടികളുടെ പോഷണത്തിനും വേണ്ടിയുള്ള നന്മക്കും വേണ്ടിയുള്ള ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാരിന്റെ പേരാണ് നരേന്ദ്രമോദി സർക്കാർ. കുട്ടികൾക്ക് വിഹിതമില്ല, അംഗനവാടികളിലെ ടീച്ചർമാർക്ക് വിഹിതമില്ല, അംഗനവാടികളിലെ വർക്കർമാർക്ക് വിഹിതമില്ല. നമ്മുടെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. ഓരോ മേഖലയിലും, സേവന മേഖലയിൽ, ആളുകൾക്ക് സേവനം കിട്ടുന്ന മേഖലയിൽ പണം വെട്ടിക്കുറച്ചിരിക്കുന്നു. നോക്കൂ, അവിടെയും നിൽക്കുന്നില്ല. അതിനപ്പുറത്ത് പോയാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക വെട്ടിക്കുറച്ച ഒരു സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ബജറ്റിന്റെ 10% നൽകണമെന്നാണ് വിവിധ കമ്മീഷനുകൾ പറഞ്ഞത്. പക്ഷേ മോദി നിശ്ചയിച്ചിരിക്കുന്നത് 2% ചുവടെയാക്കി മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാന്റെ പുറകിൽ, ബംഗ്ലാദേശിന്റെ പുറകിൽ, ദക്ഷിണാഫ്രിക്കയുടെ പുറകിൽ നമ്മുടെ സ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ആരോഗ്യ മേഖലയൊന്ന് ആലോചിക്കൂ. ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ? നമ്മുടെ ആരോഗ്യ മേഖലയുടെ പൊതുസ്ഥിതി ഇപ്പൊ ഒരു ദിശാമാറ്റത്തിലാണ്. സർക്കാർ ആശുപത്രികൾക്ക് ഫണ്ട് കൂടുതൽ കൊടുക്കേണ്ടതില്ല എന്ന് മോദി പറയാണ്. നമ്മളെ പാവപ്പെട്ടവർ, കർഷകർ, തൊഴിലാളികൾ എവിടെ പോയാണ് ചികിത്സിക്കുക? കർഷകരും തൊഴിലാളികളും എവിടെ പോയി ചികിത്സിക്കും? പോട്ടെ, ഈ നാട്ടിലെ കച്ചവടക്കാർ എവിടെ പോയി ചികിത്സിക്കും? സർക്കാർ ആശുപത്രി ഉണ്ടെങ്കിൽ മാത്രമാണ് മെച്ചപ്പെട്ട ചികിത്സ നാട്ടിൽ കിട്ടുക. അപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ടാവും,
സർക്കാർ ആശുപത്രിയിൽ വലിയ ക്യൂ അല്ലേ? അവിടെ പോയിട്ട് ക്യൂ നിന്നിട്ട് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടല്ലേ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റാറ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മെഡിസിൻ കൃത്യമായി കിട്ടാറില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ആരാണ് അവിടെ ഡോക്ടർമാരെ നിശ്ചയിക്കേണ്ടത്? ആരാണ് അവിടെ മരുന്ന് ഉറപ്പുവരുത്തേണ്ടത്? ആരാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകേണ്ടത്? അത് സർക്കാരാണ്. എന്തുകൊണ്ട് സർക്കാർ നൽകുന്നില്ല, നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഉത്തരം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മോദി സർക്കാർ പറയാണ്, ആശുപത്രികൾ, വിശിഷ്യ ജില്ലാ താലൂക്ക് ആശുപത്രികളുടെ നടത്തിപ്പ് ഇനി അങ്ങോട്ട് സർക്കാർ നടത്തേണ്ടതില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത് അറിയോ? താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും ആര് നടത്തണ്ട? സർക്കാർ നടത്തണ്ട. എങ്ങനെ നടത്തിയാൽ മതി? കെട്ടിടം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക. എന്നിട്ട് അവര് ആശുപത്രി നടത്തിയിട്ട് പരിചയമുള്ളവർ, അത് ഏത് ആശുപത്രി കമ്പനി ആയിക്കോട്ടെ, നടത്തിപ്പുകാരായിക്കോട്ടെ, അവരെന്ത് ചെയ്തോളും? ആശുപത്രി നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജില്ലാ ആശുപത്രി ഇവിടെ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ മെഡിക്കൽ കോളേജ് സർക്കാർ മേഖലയിൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പുറത്ത് നമ്മുടെ കഴുത്തിറക്കുമ്പോ കുറച്ചെങ്കിലും കുറവ് കിട്ടുന്നത്. നോക്കൂ, അതിന് ബദലായിട്ട് അവര് പറയാണ്, സർക്കാർ ആശുപത്രി ഇനി വേണ്ട, നിങ്ങൾ എല്ലാവരും ഇൻഷുറൻസ് എടുത്താൽ മതി. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അപ്പൊ നിങ്ങൾ പോയിട്ട് ഈ കാർഡ് കാണിച്ചിട്ട് ആശുപത്രി പോയിട്ട് ചികിത്സ നടത്തിക്കൊള്ളുക. 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ വലിയ തുകയാണെന്നാണ് നമ്മൾ കരുതുക. കോർപ്പറേറ്റ് ആശുപത്രി പോയാലേ ഈ ഡോക്ടർ ഇങ്ങനെ ഈ നെഞ്ഞത്തുനിന്ന് ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാൻ, ഒറ്റ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാൻ 1000 രൂപ. ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ആശുപത്രിയിൽ ഒന്ന് റൂമില് ആ സൈഡിൽ ഒന്ന് കിടന്നാൽ 10,000 രൂപ. അത് നീണ്ടു നിവർന്നെങ്ങാനും കിടന്നാൽ 15,000 രൂപ. അവിടെ ബാത്റൂമിലെ റൂമിലാണ് കിടത്തിയതെങ്കിൽ 25,000 രൂപ. നോക്കൂ എന്തായിരിക്കും നമ്മുടെ കാര്യം. 5 ലക്ഷം രൂപ തീരാൻ 5 ദിവസം മതി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം. ക്യാൻസർ ബാധിച്ചാൽ അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രി കിടന്നാൽ എത്ര ലക്ഷങ്ങൾ വേണ്ടി വരും? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, മോദിക്ക് വോട്ട് കുത്തിയിട്ടുള്ള ആളുണ്ട്. മോദിക്ക് വോട്ട് കുത്തിയതുപോലെ അത്തരത്തിലുള്ള മോദിയുടെ നയത്തിന് വോട്ട് കുത്തിയിട്ടുള്ള ആളുണ്ട്. ആ വോട്ട് കുത്തിയാക്കും ക്യാൻസർ വരും. നമ്മൾ മാർക്സിസ്റ്റുകാർക്ക് മാത്രമല്ല ക്യാൻസർ വരിക, ഹൃദ്രോഗം നമുക്ക് വരും എന്നുള്ളത് പോലെ നമ്മൾ തിരിച്ചറിയാണ്. ഈ മോദിക്ക് വോട്ട് കുത്തിയ ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ കാക്കി ട്രൗസർ ഇട്ടിട്ട് കാവാത്ത് നടത്തിയോണ്ട് ക്യാൻസർ വരാണ്ടിരിക്കില്ല. ക്യാൻസർ ചികിത്സയുടെ ചെലവ് എത്രയാ വർദ്ധിച്ചത്? നമ്മുടെ നാട്ടിൽ എന്തേ വർദ്ധിച്ചു? ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? നിങ്ങളെല്ലാം ഇലക്ഷൻ ബോണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് കേൾക്കാത്ത ആളും ഈ നാട്ടിലില്ല. എന്താ ഇലക്ട്രൽ ബോണ്ട്? ആ ഇലക്ട്രൽ ബോണ്ടില് മദർ ഹോസ്പിറ്റൽസ് അവര് കൊടുത്തിട്ടുള്ള സംഭാവന 100 കോടിയിലധികമാണ്. നീലഗിരിയിലെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ ഉണ്ടല്ലോ, ചുവന്ന യൂണിഫോം അണിഞ്ഞിട്ടുള്ള സഖാക്കൾ, ഇവിടെ ഇരുന്നിട്ടുള്ള ആളുകൾ ആകെ കൂടി നിങ്ങളുടെ എല്ലാം സ്വത്ത് വിറ്റാല് കിട്ടുമോ 100 കോടി? എത്രയാ സംഭാവന കൊടുത്തത്? ആ ഒറ്റ കമ്പനിക്കാരൻ കൊടുത്ത സംഭാവന എത്രയാ? 100 കോടി. അപ്പോ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ട് ആളുകളെ വേണോ, അതോ ആ കമ്പനിക്കാരൻ പറയുന്നത് കേൾക്കണോ? ആ കമ്പനിക്കാരൻ എന്താണ് പറയുന്നത്? നിങ്ങൾ ആശുപത്രി നടത്തണ്ട, നിങ്ങൾ മരുന്ന് കൊടുക്കണ്ട, ആശുപത്രിയൊക്കെ നമ്മൾ നടത്തിക്കോളും എന്നുള്ളതാണ്. ആ നമ്മൾ നടത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നത്? ആശുപത്രി സ്വകാര്യവൽക്കരിക്കുന്നത്. അഴിമതിയുടെ മഹാപർവ്വതങ്ങളാണ് ഈ മോദിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിലെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് അത് എന്റെ പാർട്ടിയാണ്. ആ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്. ആ പാർട്ടി CPIM ആണ്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടി. നോക്കൂ, CPIM-ന്റെ വ്യതിരിക്തത നോക്കൂ, എത്രമേൽ വ്യത്യസ്തമായി CPIM പോകുന്നു. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ സീതാറാം യെച്ചൂരി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസുമായി പോയി. എന്നിട്ടോ ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു. സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയിട്ടുള്ള ആളുകളുടെ
പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയവർ പ്രസിദ്ധീകരിക്കാൻ ആദ്യം തയ്യാറായില്ല. അവർ ഒളിച്ചു വെക്കുകയായിരുന്നു. സംഭാവന തന്ന ആളുകളുടെ പേര് പറയാൻ ഒരു മടി. എന്തേ മടിയുടെ കാരണം? മടിയുടെ കാര്യം ഇതിങ്ങനെ എങ്ങനെ വാങ്ങിയതാ? ഈ ടേബിളിന്റെ അടിയിലേക്ക് കൂടി വാങ്ങിയ പൈസയാ. ടേബിളിന്റെ അടിയിലേക്ക് കൂടി വാങ്ങിയത് കൊണ്ട് പുറത്തു പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തു പറയാൻ മടി ഉണ്ടായിരുന്നിട്ടും അവരെ കൊണ്ട് സീതാറാം യെച്ചൂരിയുടെ ഇടപെടലിന്റെ തുടർച്ചയിൽ അവർക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു ഇലക്ട്രൽ ബോണ്ട്. എത്ര കോടിയാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓരോ പാർട്ടിയും? ഞാൻ BJP മാത്രം എടുക്കാം. BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയ തുക 10,000 കോടിക്കടുത്താണ്. 10,000 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും അതിന്റെ 1000-ൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. 1 കോടി രൂപ ഒന്നിച്ച് തൊട്ടയാള് ആരാ ഈ കൂട്ടത്തിലുണ്ടായി? ഞാൻ തൊട്ടിട്ടില്ല. 1 കോടി രൂപ ഒന്നിച്ച് തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ 1 കോടി രൂപ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടില്ല. ബാങ്കിൽ പൈസ വാങ്ങാൻ പോകുമ്പോ ആ ടേബിളിൽ എത്ര ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല 1 കോടി. ഇവിടെ 10,000 കോടിക്കടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി സംഭാവന വാങ്ങുകയാണ്. ആ 10,000 കോടിക്കടുത്ത് സംഭാവന വാങ്ങിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ എത്ര മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്? ഇന്ത്യയിൽ ആകെയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 540 ലോകസഭാ മണ്ഡലങ്ങൾ. രാജ്യസഭയും കൂടി ചേർത്ത് വെച്ചാൽ ആ രാജ്യസഭയും കൂടി ചേർത്ത് വെച്ചിട്ട് കൂട്ടിക്കോ പോട്ടെ. ആ ലോകസഭാ മണ്ഡലങ്ങളിലാണല്ലോ നേരിട്ട് തെരഞ്ഞെടുപ്പ്. ആ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ അവരെത്രയെല്ലാം മത്സരിക്കുന്നത്? 500 ചില്ലാനം മത്സരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. 500-ൽ കുറവാണ്. 500 ചില്ലാനത്തിലില്ല, 500-ൽ കുറവാണ്. 500-ൽ കുറവ് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള പാർട്ടി 500 മണ്ഡലങ്ങളിൽ മത്സരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. 500 മണ്ഡലങ്ങളിൽ മത്സരിച്ചു എന്ന് നമ്മളങ്ങ് ചിന്തിക്കുകയാണ്. 500 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, ഒരു മണ്ഡലത്തില് 5 കോടി രൂപ വെച്ച് കൊടുത്താൽ എത്ര കോടി വേണം? നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുമ്പോ 5 കോടി. 1 കോടിയല്ല, 2 കോടിയല്ല, 3 കോടിയല്ല, 4 കോടിയല്ല, 5 കോടി. ഒരു മണ്ഡലത്തിൽ 5 കോടി രൂപ വെച്ച് കൊടുത്താൽ 100 മണ്ഡലങ്ങളിലേക്ക് 500 കോടി. 500 മണ്ഡലങ്ങളിലേക്ക് അപ്പോ 2,500 കോടി രൂപ വേണ്ടി വരും. എത്രയാ നമ്മൾ പിരിച്ചത്? ഇലക്ട്രൽ ബോണ്ടില് എത്രയാ പിരിച്ചത്? ആ 10,000 കോടിക്ക് 500 മണ്ഡലങ്ങൾ 5 കോടി കൊടുത്താൽ 2,500. പിന്നെ എത്ര ബാക്കിയുണ്ട്? ഇനി 10 കോടി കൊടുത്താലോ? പിന്നെയും ബാക്കി. 15 കൊടുത്താലോ? പിന്നെയും ബാക്കി. 15 കോടി കൊടുത്താൽ പിന്നെയും ബാക്കി. ഇനി അടുത്ത കണക്കാണ് അതിനേക്കാൾ രസം. വെച്ചാൽ ഒരു മണ്ഡലത്തിലേക്ക് 20 കോടിക്കടുത്ത് തുക കൊടുക്കാൻ മാത്രം ഫണ്ട് ശേഖരിച്ചിട്ടുള്ള പാർട്ടിയുടെ പേരാണ് BJP. ഇനി അടുത്ത കണക്ക് എന്താണ്? ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ചു എന്ന് പറയുന്ന തുക ആകെ സമാഹരിച്ച BJP സമാഹരിച്ച തുകയുടെ 10-1 മാത്രമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടാ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാ? BJP ആകെ സമാഹരിച്ച തുകയുണ്ടല്ലോ, ആ തുക എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ച തുകയായിട്ട് ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ചത് ആകെ സമാഹരിച്ചതിന്റെ 10-1 മാത്രം. അപ്പൊ എത്ര സമാഹരിച്ചിട്ടുണ്ടാവും? അങ്ങനെ അല്ലാതെ എത്ര സമാഹരിച്ചിട്ടുണ്ടാവും? 1,00,000 കോടിയിലധികം. കേട്ട നിങ്ങൾ? 1,00,000 കോടിയിലധികം പിരിച്ച പാർട്ടിയുടെ പേരാ BJP. 1,00,000 കോടി എന്ന് പറഞ്ഞാല് നമ്മളെ തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര്, നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ആ കേരളത്തിന്റെ ആകെ ബജറ്റ് ഉണ്ടല്ലോ, കേരളത്തിന്റെ ആകെ വരുമാനം, മലയാളികൾ ഏറെ ഉണ്ട് ഇവിടെ, ആകെ വരുമാനത്തോട് ചേർന്ന് നിൽക്കുന്ന തുക സംഭാവനയായി വാങ്ങിയ പാർട്ടിയുടെ പേരാ BJP. RSS BJP വാങ്ങിയത് RSS വാങ്ങിയതിന്റെ 4-1. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. RSS വാങ്ങിയത് BJP വാങ്ങിയതിന്റെ എത്ര ഇരട്ടിയാണ് എന്ന് കൂട്ടി നോക്ക്. അപ്പൊ എത്രയാ പൈസ വാങ്ങിയ? കേരള സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ട് RSSഉം BJPയും ചേർന്ന്. ആ RSSഉം BJPയും ചേർന്ന് അങ്ങനെ സംഭാവന വാങ്ങി എന്ന് പറഞ്ഞാൽ ആരെ കൂടി അവർ വാങ്ങിയിട്ടുണ്ട്? ഈ മാധ്യമങ്ങൾ മുഴുവൻ അവരെ കൂടിയാ.
ഇവിടെ ഉണ്ട് കുറെ മാധ്യമങ്ങൾ. ഇവിടെ എന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, ഓനും ആരുടെ ആളാ, ഓന് ശമ്പളം എടുക്കുന്ന ആരാ? നമ്മളെ കുളിച്ചു കൊടുന്ന് പറഞ്ഞ ആളുകൾ അവന് സംഭാവന കൊടുക്കണ്ട. തിക്കതീരിനെ അതിൽ പഠിച്ചേക്കരുത്, തിക്കതീരിനെ പഠിച്ചേക്കരുത്. അങ്ങനെ നമ്മളെ കുഴിച്ചു മൂടാൻ വേണ്ടിയാണ് ഈ മാധ്യമ വിശാരദന്മാർക്ക് ആളുകള് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മള് കേരളത്തില് ഒരു മലയാള മനോരമയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനോരമ. ആ മനോരമയുടെ സ്ഥാപക പത്രാധിപര് പറഞ്ഞത്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ്. പക്ഷെ അയാള് വിഷം കുടിച്ച് മരിച്ചില്ല. പക്ഷെ അയാള് കുടിക്കാതെ വെച്ച വിഷം ഇപ്പൊ പത്രത്തിലേക്കൂടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പത്രത്തിലേക്കൂടി എല്ലാ ദിവസവും ഈ വിഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിദ്വേഷം പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ സമരം നടത്തിയ കർഷകർ മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത് ഗോധി മീഡിയ എന്നാണ്. ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ മടിയിലിരിക്കുന്ന മാധ്യമങ്ങൾ. ആരുടെ മടിയിൽ? മോദിയുടെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങൾ. മോദിയുടെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി വാർത്ത എഴുതിക്കൊണ്ടേയിരിക്കും. തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികളുടെ സമരം നമ്മുടെ മനസ്സിൽ കത്തി നിൽക്കുകയാണ്. ഏത് പത്രമാണ് സാംസങ്ങിനകത്ത് നടന്നിട്ടുള്ള സമരത്തെ കുറിച്ച് പോസിറ്റീവായിട്ട് വാർത്ത എഴുതി? ആരെങ്കിലും ചെയ്തു അതിന് പിന്തുണ കൊടുക്കാൻ? ആരും എഴുതിയോ? എന്താ എഴുതാതിരുന്നത്? സാംസങ്ങിലെ ആകെ തൊഴിലാളികളുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ഈ മുതലാളി പത്രത്തിന് കൊടുക്കുന്നുണ്ട്. പത്രം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? കോർപ്പറേറ്റ് ഭീമന്മാരുടെ പരസ്യത്തിന്റെ ബലത്തില്. കോർപ്പറേറ്റ് ഭീമന്മാർ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഏത് തോന്നിയാസവും എഴുതുന്ന കുറെ ആളുകളുടെ പേരാണ് മാധ്യമങ്ങൾ എന്നുള്ളത് കൂടി നിങ്ങൾ ചേർത്ത് വെക്കണം. കോർപ്പറേറ്റ് ഭീമന്മാരുടെ പണത്തിന്റെ മുമ്പിൽ ഇതൊക്കെ പറയുമ്പോ മാധ്യമങ്ങൾക്കെതിരായിട്ടൊക്കെ ഇങ്ങനെ പറയണോ എന്ന് ചിലര് ധരിച്ചു പോകുന്നുണ്ടാവും. ഈ മാധ്യമങ്ങളോടുകൂടി ഏറ്റുമുട്ടിയിട്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകാൻ പറ്റൂ. അതല്ലാതെ മാധ്യമങ്ങൾ നാളെ പത്രത്തിൽ 1-ാം പേജിൽ നമ്മളെ വാർത്ത കൊടുക്കാണ്ട് പോകുമല്ലോ, ഇവര് നമ്മളെ ബൈറ്റ് കൊടുക്കാതെ പോകുമല്ലോ എന്ന് കരുതിയിട്ട് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ നമ്മൾ തുറന്നു പറയുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ പോരാട്ടം, അതിന്റെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ നാം തുറന്നു പറയുക തന്നെ വേണം. ഇന്ത്യയിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾ ആരാണ്? അദാനി. ഏകദേശം 200ഓളം മാധ്യമങ്ങളിൽ ഇപ്പൊ അദാനിയുടെ ഷെയറാണ്. ഒരു NDTV ഉണ്ടായിരുന്നു നേരത്തെ, അല്പമെങ്കിലും കുറച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നുവെന്ന് ഈ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ഒരു ചാനൽ, ആ NDTV ഇപ്പൊ അദാനിയുടെ കയ്യിലാണ്. പ്രണോയ് റോയ് അതിൽ നിന്ന് പുറത്തോട്ട് പോയി. ഇന്ത്യയിലെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ അദാനി ഉൾപ്പെടെയുള്ള വൻകിടക്കാരുടെ കൈകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചാനലുകൾ അവിടെ ആന്ധ്രാപ്രദേശിലെ ഈനാട് ETV, ആ ETV ഇപ്പൊ ആരുടെ കയ്യിലാണ്? അതിന്റെ ഒരു ചാനൽ ഒഴികെ ബാക്കിയെല്ലാം ആരുടെ കയ്യിലാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. അതിനപ്പുറത്ത് ഓരോ ചാനലും, കേരളത്തിലെ ഏഷ്യാനെറ്റ്, ഇവിടെ എന്തായിരുന്നു അതിന്റെ പേര്? ഏഷ്യാനെറ്റ് തന്നെ. ആരാ ഈ ഏഷ്യാനെറ്റിന്റെ മുതലാളി? ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ. ആരാ രാജീവ് ചന്ദ്രശേഖർ? അതിനകത്ത് ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ രാജീവ് ചന്ദ്രശേഖർ. ആരാ? നേരത്തെ BJPയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആൾ. ആ ഏഷ്യാനെറ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രവർത്തനത്തെ പുകഴ്ത്തുവെന്നോ നിങ്ങൾ ആരും കരുതുന്നുണ്ടോ? നിങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ, ഉറുമ്പിനോളം വലിപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്ത കിട്ടിയാൽ അത് ആനയേക്കാൾ വലിപ്പത്തിൽ അവതരിപ്പിക്കുമവർ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ചെയ്തിട്ടുള്ള ആനയോളം വലിപ്പമുള്ള കൊള്ളരുതായ്മകളെ ഉറുമ്പിനോളം വലിപ്പത്തിൽ പോലും അവരവതരിപ്പിക്കില്ല. മനസ്സിലായല്ലോ? കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവടുകളിൽ ഏതെങ്കിലും ഒരു പിഴവുണ്ടായാൽ ആ പിഴവിനെ പർവ്വതീകരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ എല്ലാ കൊള്ളരുതായ്മകളെയും അവർ എല്ലാ അർത്ഥത്തിലും പുകഴ്ത്തിപ്പാടുകയും ചെയ്യും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലമായി കമ്മ്യൂണിസ്റ്റുകാർ സാമ്പത്തിക മുദ്രാവാക്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നോട്ട് പോകാനാവില്ല. കമ്മ്യൂണിസ്റ്റുകാർ സാമ്പത്തിക മുദ്രാവാക്യത്തിനൊപ്പം രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി സാമ്പത്തിക പ്രശ്നങ്ങളുടെ മുദ്രാവാക്യത്തിനൊപ്പം കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നണിയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആ വലിയ മുന്നണി എങ്ങനെയായിരിക്കണം? ആ വലിയ മുന്നണിയിൽ
ജനാധിപത്യവാദികളായിട്ടുള്ള സകല മനുഷ്യരെയും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റണം. ആ ജനാധിപത്യവാദികളെ കൂട്ടിച്ചേർക്കുമ്പോ നമ്മുടെ സഖാക്കളിൽ ചില ചോദിക്കാറുണ്ട്, സഖാവേ അയാളെ കൂട്ടാൻ പറ്റുമോ, ഇയാളെ കൂട്ടാൻ പറ്റുമോ, ആ പാർട്ടി പറ്റുമോ, ഈ പാർട്ടി പറ്റുമോ എന്നൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യം ശരിയുമാണ്, ആ ചോദ്യം ശരിയുമാണ്. പക്ഷെ എന്താണ് അതിനുള്ള ഉത്തരം? നമ്മുടെ വീട്ടിന് തീ പിടിച്ചാൽ, നമ്മുടെ വീടിന് തീ പിടിച്ചാൽ കെടുത്താൻ വരുന്ന, തീ അണക്കാൻ വരുന്ന ആളുകൾ കുളിച്ചിട്ടുണ്ടോ, ചന്ദനക്കുടി തൊട്ടിട്ടുണ്ടോ, അവർ അലക്കിയ ഷർട്ടാണോ ഇട്ടതോ, അവർ പല്ല് തേച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ലേ? വരൂ, നിങ്ങളും ഒരു ബക്കറ്റ് വെള്ളവുമായി ഈ തീ അണക്കാൻ വരൂ എന്നാണ് നാം പറയാൻ. അതുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇന്ന് ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ ശ്രീകോവിലിനെ ചുട്ടുചാമ്പലാക്കാൻ RSSന്റെ BJPയുടെ വലിയ ശൃംഖല, അവരുടെ നികൃഷ്ടത വലയം പ്രാപിച്ചു നിൽക്കുന്ന ഈ വർത്തമാനത്തിൽ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റാവുന്ന എല്ലാവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ രൂപപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം. ആ രാഷ്ട്രീയ സമീപനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ വയനാട് മുറിച്ചു കിടന്നിട്ടാണ് ഇങ്ങോട്ട് ഈ നീലഗിരി ജില്ലയിലേക്ക് വരേണ്ടത്. വയനാട്ടിലേക്ക് വരുമ്പോ ഞാൻ നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ആളുകളെ കാണാൻ വന്നതും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ പങ്കാളിയായതും ഞാൻ ഓർമ്മിക്കുകയുണ്ടായി. അവിടെ ഞങ്ങളൊക്കെ പോയ ആ സ്ഥലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോയിട്ട് ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തലോടിയിട്ട് അത് ഇന്ത്യയിലാകെ വാർത്തയാക്കിയിരുന്നു. പക്ഷെ ഇന്ന് ആ ചെറിയ കുട്ടിയും ആ കുടുംബവും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, നിങ്ങൾ ഈ വയനാട്ടിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, ആ ദുരന്ത ഭൂമിയിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന വർത്താനവും പറഞ്ഞിട്ട് പോയ ആളാണ്. പക്ഷെ എന്തേ പ്രധാനമന്ത്രി ഞങ്ങൾക്കൊരു സഹായധനവും അങ്ങ് തരാത്തത്? നോക്കൂ, ഈ തമിഴ്നാട്ടിൽ തൊട്ട് ചേർന്ന് കിടക്കുന്ന ജില്ല വയനാട് ഉൾപ്പെടുന്ന കേരളത്തെ സാമ്പത്തിക ഉപരോധം തീർത്ത് തകർക്കാൻ വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച മനുഷ്യർക്ക് നായാ പൈസയുടെ സാമ്പത്തിക സഹായം ഈ മോദിയുടെ സർക്കാർ നൽകിയില്ല. അതിനുമപ്പുറത്ത് കേരളത്തിന് നൽകേണ്ടുന്ന സാമ്പത്തിക വിഹിതം, GST വിഹിതം ഉൾപ്പെടെ നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ആ സങ്കടകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ വിറങ്ങലിച്ചു നിൽക്കാതെ കേരളത്തിലെ ജനങ്ങൾ മോദി സർക്കാരിനെതിരെ പൊരുതുകയാണ്. ആ പോരാട്ടം എന്നുള്ളത് മോദിയുടെ സർക്കാരിനെതിരായി അവർ നടത്തുന്ന പോരാട്ടം എന്നുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിലാണ്. അവിടെ കർഷക തൊഴിലാളിക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നു. അവിടെ 1600 രൂപ പെൻഷൻ, അവിടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്നു. കർഷക തൊഴിലാളിക്കും 60 വയസ്സ് കഴിഞ്ഞ എല്ലാ മനുഷ്യർക്കും ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്ന പ്രവൃത്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ഉപരോധം നടത്തി നോക്കി. പക്ഷേ ഇപ്പോൾ മുടങ്ങാത്ത പെൻഷൻ കേരളത്തിൽ നൽകുകയാണ്. 2 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് കേരളത്തിൽ പെൻഷൻ കൊടുത്തു. നീലഗിരിയിലെ കർഷകർ പട്ടയത്തിന് വേണ്ടി പറയുമ്പോൾ 2 ലക്ഷത്തിലധികം ആളുകൾക്ക് അവിടെ പട്ടയം കൊടുത്തു. നീലഗിരിയിലെ കർഷകർ തൊഴിലാളികൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനുള്ള ശ്രമം അവിടെ നടത്തുന്നു. അവിടെ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. കേരളത്തിലെ സർക്കാർ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് കേരളത്തിലെ സർക്കാരിന്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഇടതുപക്ഷത്തിന്റെ ഒരു നയം എന്നുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്നുള്ളത് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയമാണ്. എന്താണോ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, ഉത്തർപ്രദേശിൽ ഒരിക്കൽ ലാൽജി ടണ്ടൻ, പേര് മറന്നുപോയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ കരുതുകയാണ്, BJPയുടെ നേതാവ് ഒരു പിറന്നാൾ നാളിൽ അവിടെ നടത്തിയിട്ടുള്ള സാരി വിതരണ വേളയിൽ 12 ആളുകളായിരുന്നു അന്ന് അവിടെ പടഞ്ഞു മരിച്ചത്. സാരി വാങ്ങാൻ പോയിട്ട് ചവിട്ടിൽ കുത്തുവേറ്റിട്ട് പടഞ്ഞു മരിച്ചവർ 12 പേരായിരുന്നു. ഞാൻ
ഓർമ്മപ്പെടുത്തുന്നു സഖാവിയമാസ്. കേരളത്തിലെ ജനങ്ങൾക്ക് സാരിയല്ല കൊടുത്തത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂമിയാണ് കൊടുത്തത്. നാട് മുന്നേറാൻ സാരിയല്ല കൊടുക്കേണ്ടത്, ഭൂമിയാണ് കൊടുക്കേണ്ടതെന്ന് EMSന് അറിയാമായിരുന്നു. ഭൂമി കൊടുക്കാൻ, പട്ടയം കൊടുക്കാൻ തമിഴ്നാട്ടിലെ സർക്കാരും തയ്യാറാവുക എന്നുള്ളത് ഈ നാട്ടിലെ കർഷകരുടെ, തൊഴിലാളികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഭൂമി കൊടുക്കുമ്പോഴാണ് നാട് മാറുക, പട്ടയം കൊടുക്കുമ്പോഴാണ് നാട് മാറുക, നാടിന് പുരോഗതി ഉണ്ടാവുക. ആ പുരോഗതി നീലഗിരിയിലെ കർഷകർ ആഗ്രഹിക്കുന്നു, നീലഗിരിയിലെ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഉത്തർപ്രദേശിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി ഇപ്പോ കേട്ടിട്ടുണ്ട്. ആ കേട്ട വാർത്ത ആശുപത്രിക്ക് തീപിടിച്ചിട്ട് 15ഓളം കുട്ടികൾ പടഞ്ഞു മരിച്ച വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് നാം ഈ ദിവസങ്ങളിൽ കേട്ട വാർത്ത. കുറച്ച് ദിവസങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത കേട്ടിരുന്നു. അത് 100ഓളം കുട്ടികൾ ഓക്സിജൻ സിലിണ്ടറിന്റെ അഭാവത്തിൽ പിടഞ്ഞു മരിച്ച ഗോരഖ്പൂർ ആശുപത്രിയുടെ വാർത്ത നോക്കൂ. പിഞ്ചുകുട്ടികൾ പിടഞ്ഞു മരിക്കുന്ന ഉത്തർപ്രദേശിന്റെ ആ വാർത്തകൾക്കിടയിൽ നിന്നോ കേരളം പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ അമ്മമാർ പ്രസവ സമയത്ത് മരിക്കുന്ന, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണോ കേരളമെന്ന് അഭിമാനത്തോടെ കേരളത്തിന് പറയാൻ കഴിയുന്നത് ഭൂമി കൊടുത്ത പാരമ്പര്യത്തിൽ നിന്നാണ്. നോക്കൂ, തമിഴ്നാട്ടിൽ ഈ നീലഗിരിയിലെ കർഷകർ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് ഭൂമി വേണമെന്നാണ്. മധുരയിലെ കർഷകർ വിളിച്ച മുദ്രാവാക്യം, ഡിണ്ടിഗലിലെ കർഷകർ വിളിച്ച മുദ്രാവാക്യം, കോയമ്പത്തൂരിലെ കർഷകർ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് ഭൂമി വേണമെന്നാണ്. വീർ വൺമണിയിലെ പ്രിയപ്പെട്ട സഖാക്കൾ, രക്തസാക്ഷികളായ 42 സഖാക്കൾ അവരുടെ ചോരയിൽ, അവരുടെ സ്വപ്നങ്ങളിൽ ഉയർന്നു നിന്ന ആഗ്രഹം ഭൂമിക്ക് വേണ്ടിയുള്ള, വേലക്ക് വേണ്ടിയുള്ള, കൂലിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ, ആ സ്വപ്നത്തിന് ഒരു സഫലീകരണം ഉണ്ടാവണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണ നേതൃത്വത്തിലേക്ക് എത്തുക തന്നെ വേണം. ഞങ്ങൾ ഉറപ്പിച്ചു പറയാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സുശക്തമായി, ഏറ്റവും സംഘടിതമായി ഇടപെടുന്ന, തൊഴിലാളിയുടെയും കർഷകന്റെയും നേട്ടങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന, അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങൾ കുറച്ചു പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പിറകോട്ടടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ പിറകോട്ടടി എക്കാലത്തേക്കുമുള്ള പിറകോട്ടടിയായി ആരും കരുതേണ്ടതില്ല. 3 വോട്ടുകൾ മാത്രം ശ്രീലങ്കയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ശ്രീലങ്കയുടെ പാർലമെന്റിൽ 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ശ്രീലങ്കയുടെ ഭരണാധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത് ആരെയും നിങ്ങൾ എഴുതി തള്ളണ്ട എന്നാണ്. നോക്കൂ, 905-ൽ പരാജയപ്പെട്ട വിപ്ലവ ശ്രമത്തിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യനാണ് 917-ലെ ബോൾഷെവിക് സമരത്തിന്റെ നേതാവായ ലെനിൻ. നോക്കൂ, 905-ൽ പരാജയപ്പെട്ട് ഓടിപ്പോയ മനുഷ്യൻ, നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് ആട്ടി ഓടിപ്പിച്ച ഒരു മനുഷ്യൻ 917-ൽ ഒരു രാജ്യത്തിന്റെ ഭരണാധിപനായി മാറിയ ചരിത്രമാണ് സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇതാ ഈ സമീപത്ത് ശ്രീലങ്കയിൽ നിന്ന് നാം കേട്ട വാർത്ത, JVP-യുടെ വിജയമെന്ന വാർത്ത. ആ വാർത്ത വീണ്ടും നമ്മളോട് പറയുകയാണ്, 3 സീറ്റിൽ നിന്ന് 300-ലേക്ക് പോവാൻ ഒരു ജനതയുടെ ഇച്ഛാശക്തിക്ക് കഴിയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നീലഗിരിയിലെ പ്രിയ സഖാക്കളെ, ഞാൻ പറയുന്നത് പതറി നിൽക്കാനല്ല, പോരടിച്ച് മുന്നേറാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതെന്നാണ്. സഖാക്കൾ ഈ യോഗത്തിന്റെ തുടക്കത്തിൽ AKGയുടെ പേര് പറഞ്ഞു, സഖാക്കൾ ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ശങ്കരയ്യയുടെ പേര് പറഞ്ഞു. പ്രിയപ്പെട്ട ശങ്കരയ്യ ഈ തമിഴ്നാടിന്റെ മണ്ണിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരവധി സഖാക്കളുടെ പേരുകൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഭൂമിക്ക് വേണ്ടി പോരടിച്ചവർ, കർഷകർക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവർ, ഈ രാജ്യത്തിനായി തങ്ങളുടെ ജീവിതവും സകല സ്വപ്നങ്ങളും സമർപ്പിച്ചവർ, ആ ധീരന്മാരാണ് നമ്മുടെ കരുത്ത്. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടിയാക്കി മാറ്റാൻ, ഈ നീലഗിരിയിലെ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും പാർട്ടിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി തീർക്കാൻ
നമുക്ക് ഒന്നായി നിന്ന് പടപൊരുതാം എന്ന് മാത്രമാണോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രദേശത്തെ, ഗുഡല്ലൂർ പ്രദേശത്തെ കച്ചവടക്കാരും കർഷക തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും എല്ലാ തൊഴിൽ ചെയ്യുന്ന മനുഷ്യരുടെയും താല്പര്യമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം സഹായവും പിന്തുണയും ഈ പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, ലാൽസലാം.